ഗൈസ്, അപ്പൊ നമ്മുടെ ഇന്നത്തെ പരിപാടി എന്ന് പറയുന്നത് ഒരു ഈവനിങ് സ്റ്റഡി വ്ലോഗാണ്. അപ്പൊ ഇന്ന് പഠിക്കുന്ന വിഷയം എന്ന് പറയുന്നത് നമ്മുടെ ഫിസിക്സ് ആണ്. ഫിസിക്സിൽ നമ്മുടെ മൂവിംഗ് ചാർജസ് ആൻഡ് മാഗ്നറ്റിസം എന്ന് പറയുന്ന ചാപ്റ്ററാണ് ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. സത്യം പറഞ്ഞാൽ സെക്കൻഡ് തേർഡും തൊട്ട് പോലും നോക്കിയിട്ടില്ല. സെക്കൻഡ് പിന്നെ സ്കൂളിൽ മിസ് എടുത്തോണ്ടിരിക്കുന്നത്. ഫസ്റ്റ് ചാപ്റ്റർ മാത്രമേ ഞാൻ പഠിച്ചിട്ടുള്ളൂ. കാര്യം അത് മിസ് ടി പി ഇടുന്നതാണ്. അപ്പൊ അത് പഠിച്ചു. ഇനിയിപ്പം ഈ മൺഡേ വരുമ്പോഴേക്കും ഫിസിക്സിന്റെ സെക്കൻഡ് ചാപ്റ്ററിന്റെ ടി പി ആണ്. ഞാൻ ആ ചാപ്റ്റർ അങ്ങനെ വലുതായിട്ട് പഠിച്ചിട്ടില്ല. കാര്യം ആ ഒരു ചാപ്റ്റർ എടുക്കുന്ന സമയത്ത് ഞാൻ ക്ലാസ്സിൽ അത്യാവശ്യം നല്ല രീതിക്ക് ലീവ് എടുക്കുന്നുണ്ടായിരുന്നു. അപ്പൊ അത് ഞാൻ വലുതായിട്ട് പഠിച്ചിട്ടില്ല. ഇനിയിപ്പോ നമുക്ക് ഇന്ന് ഫ്രൈഡേ, നാളെ സാറ്റർഡേ മാത്രമേ പഠിക്കാനുള്ള സമയമുള്ളൂ. സൺഡേ എന്തായാലും എനിക്കൊന്നും പഠിക്കാൻ പറ്റില്ല. കാര്യം അന്നത്തെ ദിവസം ഒരു പരിപാടിയൊക്കെ ഉണ്ട്. അപ്പൊ എന്തായാലും ഞാൻ ബുക്ക് തുറന്ന് നോക്കത്തില്ല. എനിക്കത് ഉറപ്പാണ്. രാവിലെ തൊട്ട് പിന്നെ രാത്രി വരെ എന്തായാലും നല്ല ബിസി ആയിരിക്കും അന്നത്തെ ദിവസം. അപ്പൊ ഈ ഒരു 2 ദിവസം കൊണ്ട് ഇനിയിപ്പോ ആദ്യ ചാപ്റ്റർ പഠിച്ചിരിക്കണം. പിന്നെ ഞാൻ ഫിസിക്സിൽ 4th ചാപ്റ്റർ എടുക്കാൻ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു ആപ്പിൽ എടുത്തോണ്ടിരിക്കുന്നത് ഈ ഒരു ചാപ്റ്ററാണ്. അതുപോലെ തന്നെ എനിക്ക് ഏറ്റവും കൂടുതൽ പെൻഡിങ് കിടക്കുന്ന പോർഷൻ എന്ന് പറയുന്നത് ഫിസിക്സിന്റെ മാത്രമാണ്. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ഫിസിക്സ് എടുത്ത് പഠിച്ചത്. പിന്നെ ഈ ഒരു ഡേയ്സിൽ കണ്ടിന്യൂസ് ആയിട്ട് ഞാൻ ഫിസിക്സ് തന്നെ പഠിച്ചത്. അത് കഴിഞ്ഞ് ഞാൻ ഇപ്പൊ ഒരു 5-6 ദിവസമായിട്ട് സത്യം പറഞ്ഞ ഒന്നും ഞാൻ പഠിക്കുന്നില്ല. കാര്യം ഒരു ഫുൾ ഡേ കിട്ടിയിട്ടാണ് ഞാൻ വെറുതെ വീട്ടിൽ മാറി വെറുതെ ഇങ്ങനെ എന്തൊക്കെയോ ഓർത്ത് ഇങ്ങനെ വെറുതെ ഇരിക്കുവാണ്. ഫോൺ നോക്കി അത് നോക്കി ഇത് നോക്കിയേക്കാം. അപ്പൊ ഇനിയുള്ള അങ്ങോട്ടുള്ള ദിവസങ്ങളിലെങ്കിലും നമുക്ക് കറക്റ്റ് ആയിട്ട് പഠിക്കണം. അപ്പൊ ഇത് കുറെ ദിവസം കൊണ്ട് ആലോചിക്കുന്നുണ്ട്. കാര്യം ഒരു ഫുൾ ഡേ കിട്ടിയിട്ട് ഞാൻ ഒന്നും ചെയ്യുന്നില്ല. അതിനെക്കാട്ടി നന്നായിട്ട് കൂടുതൽ ഞാൻ ഈവനിങ് കിട്ടുന്ന ആ ഒരു ടൈമിൽ പഠിക്കുന്നുണ്ടായിരുന്നു. അപ്പൊ ഇന്നും സത്യത്തിൽ ഒരു ഫുൾ ഡേ ഉണ്ടായിരുന്നു. പക്ഷെ ഞാൻ ഒന്നും പഠിച്ചിട്ടില്ല. ഞാൻ ഇങ്ങനെ വെറുതെ അവിടെ ഇവിടേക്ക് മാറിയിരുന്ന് സമയം കളഞ്ഞോണ്ടിരിക്കുകയാണ്. പിന്നെ എണീറ്റപ്പോഴും നല്ല ലേറ്റ് ആയി. ഇനിയിപ്പോ നാളെ സാറ്റർഡേ ആണ്. നാളെ എന്തായാലും കിട്ടും. സെക്കൻഡ് സാറ്റർഡേ ആയതുകൊണ്ട് നമുക്ക് എക്സ്ട്രാ ക്ലാസ്സൊന്നും സ്കൂളിൽ ഇല്ല. അപ്പൊ നാളെ എന്തായാലും നമുക്കൊരു ഫുൾ ഡേ ഇരുന്ന് പഠിക്കണം. ആ ഒരു ടൈമിൽ വേണം നമുക്ക് ആ ഫിസിക്സിന്റെ ആ ചാപ്റ്റർ തീർത്ത് കിട്ടാൻ. ഇനി ഇതിലൊക്കെ നമുക്ക് സമരമൊക്കെ വന്നപ്പോഴേക്കും ഞങ്ങൾക്ക് ആ ഒരു ദിവസം 10 hours ചാലഞ്ച് ഒക്കെ ചെയ്യാന്നൊക്കെയാണ് ഞങ്ങൾക്ക്. പിന്നെ ഞങ്ങൾക്ക് വേണ്ട അത്രയ്ക്കൊന്നും നമ്മൾ ആയിട്ടില്ല. ഒരു 5 hours തുടങ്ങിയിട്ട് എത്താൻ. കാരണം എനിക്ക് എക്സാം ടൈമിൽ ഞാൻ മാക്സിമം പഠിച്ചിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉറക്കുളച്ച് 8 hours മാത്രമാണ്. അപ്പൊ അതിനെക്കാട്ടി കൂടുതൽ എനിക്ക് പഠിക്കാനുള്ള ഇതൊന്നുമില്ല. പിന്നെ എന്റെ ഇടയ്ക്കുള്ള ഞങ്ങൾ പുറത്തു പോയിട്ട് ചായയൊക്കെ കുടിച്ചിട്ടാണ് വന്നത്. ചായയും കടിയൊക്കെ കഴിച്ചിട്ടാണ് വന്നത്. പിന്നെ ആ ഒരു ടൈമിൽ റെക്കോർഡ് എഴുതാനുള്ളത് ഞാൻ മറന്നുപോയി രാത്രി ആയപ്പോഴേക്കും. പിന്നെ റെക്കോർഡൊക്കെ കുത്തിയിരുന്നെഴുതി. അപ്പൊ അത്രയുള്ള വീഡിയോ.